ആമിന എവിടെ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ആമിന ഇവിടെ തന്നെ ഉണ്ട്. ആമിനെ പ്രസവിച്ചോ എന്നാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ആമിന ഇതുവരെ പ്രസവിച്ചില്ല ഗൈസ്. നമ്മുടെ ആമിനയുടെ ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുകയാണ്. നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കിലാണ് അല്ലേ ആമിന? അല്ലേ? ആമിനയുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആമിന എവിടെയെന്ന്. എന്ത് പറയണം? എന്തെങ്കിലും പറയാനുണ്ടോ? കുറേ സന്തോഷമുണ്ട് എന്നെ തിരക്കിന്നറിഞ്ഞപ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഓക്കെ. അപ്പോൾ ആമിനയെ കാണുന്നില്ലെന്ന് പല ആൾക്കാരും പറയുമ്പോഴേ ആമിനയുടെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ആമിനയെ കാണാത്തത് അല്ലേ? അതുകൊണ്ട് ആമിനയെ നമ്മുടെ വീഡിയോസിലൊന്നും ഇപ്പം വരാത്തതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയേക്കുവാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് ലാസ്റ്റ് ചെക്കപ്പ് ആവുമോ എന്നറിയില്ല, കാരണം ഈ 10 days കൂടെ ഉള്ളൂ ഡ്യൂ ഡേറ്റിന്. അപ്പം മേ ബി ഇത് ലാസ്റ്റ് ചെക്കപ്പ് ആവാം. അപ്പോൾ പോകുമ്പോഴേ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. അടുത്താണ്, ഒരു 10 minutes. എത്രയേ ഉള്ളൂ? അറ്റോർമെന്റ് ഹോസ്പിറ്റൽ പെരുമ്പുഴയാണ്. അവർക്ക് പ്രമോഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ്? ഇന്ന് January 30th ആണ്. അപ്പോൾ നമുക്ക് ഡോക്ടർ ഡേറ്റ് ഒന്നും പറഞ്ഞില്ല കേട്ടോ ഇതുവരെ. നമ്മളെ റിപ്പോർട്ടിലെ ഡേറ്റ് February 9th ആണ്. ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ എനിക്ക് 38 weeks ആയി. അപ്പോൾ ഇനി നമുക്ക് ചെല്ലുമ്പോൾ അറിയാം. ചിലപ്പോൾ ഇനി ഡോക്ടർ ഡേറ്റ് തരുമായിരിക്കും, അറിയില്ല. അപ്പോൾ ഇനി ചെല്ലുമ്പോഴേ അറിയാൻ പറ്റും. ചെറിയൊരു ടെൻഷനുണ്ട്. എപ്പോഴും ടെൻഷനാണ്. ചെക്കപ്പിന് വരുമ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണുമോ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കരമായ തിരക്കുന്ന ദിവസം. സാധാരണ ഇവിടെ ആളില്ലാത്തതാണ്. ഇന്ന് ഭയങ്കര തിരക്കുന്നു. എല്ലാവർക്കും എപ്പോഴും നമുക്ക് പെട്ടെന്ന് തിരിച്ചു വന്ന സമയത്ത് കുറേ ഗൈസ്, നമ്മൾ ഒരിടത്ത് ഡോക്ടർ അവിടെ പേഷ്യൻ്റ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നത്. അപ്പോൾ ഇവിടെ ആൾ കൂടുതലെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ആൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയായിട്ട് ആര് നിൽക്കും? നമുക്കിന്ന് 2 ഡോക്ടറിനെ കാണും. ഒന്ന് പഴമോസിനെ കാണും, പഴമോയെ കാണും. നമ്മൾ അതിനെ ഗൈനക്കിനെ കാണാനായിട്ട് ഇരുന്നത്. പക്ഷേ അവിടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ വിചാരിച്ച് ഇവിടെ കാല് കുറവായിട്ട് ഇങ്ങോട്ട് വരാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഇതുവരെ വിളിച്ചില്ല. പിന്നെ വിളിച്ച് അപ്പുറത്തോട്ട് പോകാം. നടക്കാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഈ സമയത്ത് നടക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കാം. ഷാറുഖ് ഖാൻ എന്താ ഫീൽ ചെയ്യുന്നത്? എന്തോതില്ല പ്രഗ്നൻസിയിൽ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. ഐ ആം എക്സൈറ്റഡ് ആണ്. ഒരു ഭയങ്കര രീതിയിൽ എക്സൈറ്റഡ് ആണ്. ഇപ്പം രാത്രികളിൽ ഞാനിപ്പം കൊച്ചു പിള്ളേരെയൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫാദർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലുണ്ട്. ഓഫ് കോഴ്സ് ഐ ആം വെയിറ്റിംഗ്. ഞാൻ വേണ്ട പ്രിപ്പറേഷൻസ് എല്ലാം 1 മാസം മുമ്പേ എടുത്തു കഴിഞ്ഞു. എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ട അതെല്ലാം നമ്മൾ നേരത്തെ ബാഗൊക്കെ 1 മാസം മുമ്പേ ഞാൻ പാക്ക് ചെയ്തു. എല്ലാവരും പറഞ്ഞു നേരത്തെ പ്രഗ്നൻസി ഉണ്ടാവും, അപ്പം അതുകൊണ്ട് പ്രഗ്നൻസി അല്ല ഡെലിവറി ഉണ്ടാവും, അപ്പം ഡേറ്റ് ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഒരു 10-15 ദിവസം മുമ്പേ ഉണ്ടാവും. അങ്ങനെ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുക. സ്കാനിങ് അല്ല, എപ്പോഴും അങ്ങനെ വരുന്നത്. നമ്മൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ 2 പേരും ചെല്ലുമ്പോൾ എപ്പോഴും ആൾക്കാരൊക്കെ നമ്മളെ നോക്കും. പക്ഷെ നമ്മൾ അറിയാവുന്നത് കൊണ്ടല്ല. എന്താണെന്ന് പറയാം, നമ്മുടെ പിങ്കിമോളെ എല്ലാവരും നോക്കുന്നത്. ചിച്ചിയുടെ കുപ്പിയാണ് ഈ ബോട്ടിൽ. ഈ കുപ്പിയായിട്ട് ചെല്ലുമ്പോൾ എല്ലാ ആൾക്കാരെല്ലാം നോക്കും, ഇതെന്തും ഇത്രയും വലിയൊരു കുപ്പിയും കൊണ്ടുവരുന്നത്. ചിച്ചിയുടെ പിങ്കിമോൾ. നമ്മളെ ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. February 9th വരണം. അതിനു മുമ്പേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ February 9th ആകുമ്പോൾ വന്ന് അഡ്മിറ്റ് ആണ്. പിന്നെ വേറെന്താ കാര്യം പറയണമെന്നുണ്ടായിരുന്നല്ലോ അവിടെ വെച്ചോട്ടെ? അത് വയറ് കണ്ടിട്ട്, അത് സംഭവം എന്ന് വെച്ചിട്ട് എൻ്റെ വയറൊക്കെ കണ്ടിട്ട് എല്ലാവരും പറയായിരുന്നു January
ഫസ്റ്റ് വീക്കൊക്കെ കാണും എന്നൊക്കെ എല്ലാവരും പറയും ഇത് കണക്ക്. അതായത് പ്രസവത്തിന്റെ ഡേറ്റ് തന്നിട്ട് അതിന് മുമ്പേ ചിലപ്പോൾ ഒരു 10-15 ദിവസം മുമ്പൊക്കെ കാണുമെന്നുള്ള രീതിയിൽ പറയും. അപ്പം നമ്മൾ ആദ്യമേ തന്നെ നമ്മള് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവാൻ വേണ്ടി. അപ്പം ഞാനൊരു ലാസ്റ്റ് ഇനി ഫെബ്രുവരി 9 നമുക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് തന്നേക്കുന്നത്. അപ്പം അന്ന് വന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചുമ്മാതാ, അങ്ങനൊന്നും പറഞ്ഞില്ല. ഫെബ്രുവരി 9 മുമ്പ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുമ്പേ വരിക എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഫെബ്രുവരി 9 വന്ന് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആമിനെ കാണാത്ത ആൾക്കാരെല്ലാം ആമിനെ വീണ്ടും കണ്ടല്ലോ അല്ലേ? ആമിന ഹാപ്പി അല്ലേ? ആമിന ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഞങ്ങളൊരു പുറത്ത് പോയി ഷാർജ് കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ തണുപ്പുള്ള അതൊക്കെ അങ്ങനെ യൂസ് ചെയ്യണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പറഞ്ഞു. അങ്ങനെ അതിനുശേഷം നമ്മളത് ഒഴിവാക്കി അല്ലേ? അങ്ങനെ നമ്മുടെ ആമിനായി ഒബ്സർവേഷൻ റൂമിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണല്ലേ. 2 ദിവസം മുമ്പേ ഒക്കെ ഇങ്ങനെ നടുവിന് വേദനയൊക്കെ വന്ന് തുടങ്ങി. അപ്പം 2 ദിവസം കൊണ്ട് ആൾക്ക് അത്യാവശ്യം വെയ്യായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ജസ്റ്റ് ഡോക്ടറിനെ കണ്ടെന്താന്ന് വെച്ച് പിന്നെ അതിനുശേഷം തീരുമാനിക്കാമെന്ന് വിചാരിച്ചു വന്നേ. ടെൻഷൻ അടിച്ചിട്ട് നടക്കുക, ഇരിക്കാൻ പറ്റുന്നില്ല. ഫുൾ ടൈം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 1 മണിക്കൂറോളമായിട്ട് ഞാൻ നടക്കുക. സത്യം പറഞ്ഞു ഇരിക്കാനേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവളെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പം ഇന്ന് ഓപ്പറേഷനുണ്ട്. അപ്പം ഡെലിവറി ഇന്നുണ്ട്. അപ്പം ടെൻഷൻ, ഇങ്ങനെ ഒരു ടെൻഷനൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. എടാ, ഒരു വാപ്പ ആയിരിക്കവേ നിനക്കുള്ള ഫീലിങ്സ് ഒന്ന് പറയാമോ, ഒന്ന് ഷെയർ ചെയ്യാമോ? ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീലിങ്സ്. എനിക്കിത് ഇപ്പം മുതലല്ല, എനിക്ക് ഈ ഡേറ്റ് അടുക്കും തോറും എൻ്റെ ഫീലിങ്സ് ഭയങ്കരമായിട്ട് കൂടി വന്നിരിക്കുകയാണ്. ഐ ആം ബിക്കം എ ഫാദർ ആയി കഴിഞ്ഞു. ഞാൻ കുറച്ച് പക്ഷെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞില്ല. ഗ്രൗണ്ട് ഫ്ലോർ ഒത്തിരി കോഴി വെച്ച് കൊടുക്കുന്നു. പ്രാർത്ഥിച്ച് നിങ്ങൾ നേർച്ചയായിട്ടുള്ളതൊന്നും കൊടുത്താൽ മതി. അല്ലാതെ 2 തൊട്ട് കൊടുത്താൽ മതി. അല്ലാതെ ഒത്തിരി സ്കൂളിലൊന്നും എടുത്ത് ഒഴിച്ചു കൊടുക്കല്ല. ഞാൻ കണ്ടില്ല. പ്രാർത്ഥിച്ചിട്ട് തന്നെ മറ്റേ ചെവി അമ്മ വെച്ചോണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കുവായിരുന്നു. ഫോട്ടോ എടുക്കും. വാപ്പി അങ്ങനെയല്ല, വാപ്പി എങ്ങനെ നാക്കൊന്നും കാണിക്കുന്നില്ല. ഒരു കരച്ചിൽ കേട്ടോ രാവിലെ. അപ്പം അത് അവളുടെ കരച്ചിലാണ്. ഭയങ്കര കരച്ചിലാന്ന് തോന്നുന്നു. എൻ്റെ പൊന്നാണ് എൻ്റെ പൊന്ന് രണ്ടും കൂടാണ്. എൻ്റെ വറി
ഇത് പൊന്നാണേ പൊന്നാണേ